അതുകൊണ്ട് ടീമേ ഷവർമ്മയാണ് കഴിക്കാൻ പോണത്. ഇത് ആരാണ് ഫിനിഷ് ചെയ്യുന്നത് നോക്കാം. ടീം ബീഡ് ചലഞ്ച് തുടങ്ങി. പൊറോട്ടയും ബീഫും ഉണ്ട്. ഇതിൽ കൂടുതൽ ആരാണ് ഫിനിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം മേമ പൊറോട്ട ഇട്ട് കൊടുക്കുക. കമോൺ കമോൺ. ഒരു സവാള പൊറോട്ട വെച്ചിരുന്നേ. തുടങ്ങണേ ഉള്ളു ഗൈസ്. സ്ലോ ആണ് നിങ്ങള് ഇറക്കണ്ടേ ഫിനിഷ് ചെയ്യാൻ രണ്ടാമത്തെ സ്പീഡ് ആവട്ടേക്ക് ടേസ്റ്റ് ഒക്കെ നാളെ ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. അച്ചായി പറഞ്ഞിട്ട് കൊടുക്ക് വേഗം. ആകും കൗണ്ട് ചെയ്തോട്ടെ. അപ്പന് 3 കാക്കു 3. അച്ചായി 3 കഴിയാറായി. ഇനി 4 എന്റെ കറി പിടിച്ച അവരോട് എന്റെ കറിയാ. അച്ചാച്ചക്ക് 3. അടിക്ക് 3. കിട്ടില്ല അപ്പന് 4 ടപ്പന് 4. കറി എടുക്കണേ. ഞാൻ കറി ഒഴിക്കണേ. തനിക്ക് ഉള്ള കാത്തിരിപ്പില്ലേ? ഇനി ഇവിടെ നിന്ന് നാക്ക വെള്ളം ഉരിച്ച് കൊതി പിടിപ്പിച്ച് എന്റെ വയറ് ചീത്തയാക്കിയേ പോകണോ? ചക്കു അച്ഛമ്മ ഇവിടെ നിന്ന് കൊതിയിട്ട് ഞങ്ങൾക്ക് നാളെ പണിയായിരിക്കും. കറിയല്ല കറി അത്രേ വരുള്ളൂ. അപ്പൊ 4ാമത്തെ തീർത്തോണ്ടിരിക്കുന്നു. കൂടുതൽ തിന്നവനവർക്ക് 2000 രൂപ പ്രൈസ്. കൂടുതൽ 2000 രൂപ. അടിക്ക് 4. അപ്പു 5. അപ്പുന് 5. ജാമത്തെ അല്ലേ ടപ്പ്. പൊറോട്ട ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. ഇത് 4.
5, അങ്കി 4, അച്ഛൻ 4. ചായ വാശിയിലല്ല. ചായ വാശിയിലാണ്. ഇപ്പത്തെ വാശിയിലാണ്. പൊറോട്ട തീരാറായി ഗൈസ്. പൊറോട്ട ഇപ്പൊ ചൂട് പൊറോട്ട ചൂട് പൊറോട്ട ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ എത്തും. ഗൈസ് പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ വരുതാ കിച്ചണിലെ ആൾക്കാർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. Guys, ജനത്തിൽ കൂടെ കഴിക്കാൻ പറ്റില്ല. അത് എക്സ്ട്രാ കറിയൊക്കെ ഉണ്ടാ? അത് മനസ്സിലാവും. വേണ്ടാ. മത്സരത്തിൽ ഒരാൾ വിജയിക്കണം. Guys, അയ്യോ. അല്ല guys, guys. അഞ്ചെണ്ണം കഴിച്ച് ഞാനാ. Guys, അപ്പൊ ഫ്രഷ് പൊറോട്ട വീണ്ടും വന്നിട്ടുണ്ട്. ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരായിട്ടങ്ങ് തീർത്തു. 6. അച്ഛനിട്ട് കൊടുക്ക്. അച്ഛനെ അയ്യേ ചേച്ചിക്ക് ഞങ്ങൾ പോയിട്ട് ഗൈസ് അച്ഛൻ തോറ്റു. ഇനി രണ്ടുപേരും കൂടിയുള്ളൂ. രണ്ടുപേരും കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 ചെയ്യും. Guys, ഇത് പണിയായിപ്പിക്കും. Guys, പൊറോട്ട കൊള്ളില്ല guys, അതാണ്. പിന്നെ കൊള്ളാമെങ്കിൽ എന്തായാലേ കൊള്ളില്ലാണ്ടാവണം. Guys, അപ്പൊ ഞാൻ വിൻ ചെയ്തിരിക്കുകയാണ്. തിന്നട്ടെ തീരട്ടെ തീരട്ടെ. ദേ, ഇവിടെയും കൂടി വരണം ഇരിക്കണം. ഇവിടെയും കൂടി വരണം ഇരിക്കട്ടെ. നിങ്ങൾക്ക് പറ്റും, എനിക്ക് പറ്റില്ല. ഗൈസ്, ഇതിന്റെ ഇടയിൽ ഞാനും ഒരു പൊറോട്ട ഫിനിഷ് ചെയ്തു. അതിക്ക് വരണം മതി. 4, 5, 6. ഞാൻ തോറ്റേരാ. തോറ്റു കൊടുക്കണേ നല്ലത്. ഞാൻ 10 ജയിക്കാൻ ഞാനതൊരു മത്സരമായിട്ട് കണ്ടിട്ടില്ല. ഗൈസ്, അപ്പം അച്ചാർ കഴിക്കാൻ പോവാണ്. Yay! അക്കി കിട്ടിയതാ. വേണ്ട. വേണ്ട. ഞാൻ ഈ ഒരു ബൗള് കൊണ്ട് കറി കൊണ്ട് 6 പൊറോട്ട കഴിച്ചു. കാര്യമായിട്ടുള്ള പവറാണ്. 6 പൊറോട്ട. അച്ഛൻ പകുതി കറി കൊണ്ട് 4 പൊറോട്ട. അത് ഫേക്ക് ഗൈസ്. എനിക്ക് മൊത്തം ചാറാണ് കഴിച്ചത്. ഞാനായതുകൊണ്ട് 2 പ്ലേറ്റ്. ഞാനായതുകൊണ്ട് 2 ബീഫ്. ബബിള്. 2 ഗൈസ്. 6 കൊണ്ടുപോകും. അച്ചായി എങ്ങനെ 6 പൊറോട്ട അക്കി 5 പൊറോട്ട. ഗൈസ്, അപ്പൊ എല്ലാവരും അപ്പൊ പിന്നെ ഗൈസ്, അപ്പം അച്ചാർ വിൻ ചെയ്തിരിക്കുകയാണ്. അടുത്തത് ലേഡീസ്. അച്ചാർ ശിശ് പൊറോട്ട കഴിച്ചു. ഞാൻ നാളെ win ചെയ്യും. അങ്കി 5. 4. 5 സെക്കൻഡായി. ഗൈസ്, അടുത്തത് എഴുതിമാണ് വരാൻ പോണത്. Come on, come on. ഞാനാണ് ജയിക്കണേ നോക്കാം. ഗൈസ്, ടീമിന്റെ തുടങ്ങാൻ പോവാണ്. ഇവർക്ക് എന്താവോ ഇല്ലേന്ന് നോക്കാം. ഷവർമ്മയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ കഴിക്കോ ഇല്ലേന്ന് നോക്കാം. ഇതെന്താണോ? 1 2 3 4 6 5 6 1 2 3. ഗൈസ്, ഗൈസ്, അപ്പൊ അപ്പം ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആരാണ് ആദ്യം നമുക്ക് ഫിനിഷ് ചെയ്തതെന്ന് നോക്കാം.
സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആരും കഴിച്ചു തുടങ്ങരുത്. എല്ലാവരും പ്ലേറ്റിലേക്ക് എല്ലാ സാധനങ്ങളും ഇട്ടോളൂ. ആവശ്യമുള്ളതൊക്കെ ഇടും. ഇത് എല്ലാം ഫിനിഷ് ചെയ്യണം. ഇനിയുണ്ട് റൊട്ടി, ഓരോ റൊട്ടി ഇതുണ്ട്. റെഡി, ശരി, സ്റ്റാർട്ട്. ആരും ചീത്തപ്പേര് കളയരുത്, വേഗം കഴിച്ചോ. അച്ചാമ്മ ഫിനിഷ് ചെയ്യാമോ? Guys, അച്ഛൻ finish ചെയ്യാൻ പോണ്. അച്ചാമ്മ നല്ല വാച്ചാണ്. അച്ഛൻ ഇന്നലെ കണ്ടത് അച്ഛൻ പൊടി വിട്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ടീച്ചർ. പിന്നെ ഫുഡ് കൊടുത്തിട്ടാണ് നമുക്ക് അപ്പൊ ഞങ്ങൾ അമ്മു രണ്ടാമത്തെ റൊട്ടി എടുത്തു. ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. ഒന്ന് പതുക്കെ തിന്നു. അച്ഛമ്മ രണ്ടാമത്തെ റൊട്ടി എടുത്തിരിക്കുകയാണ്. അച്ഛമ്മ ഫിനിഷ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ അച്ഛമ്മ ഇത് നോക്ക്. പവർ മാറി ഞാൻ കാണട്ടെ. ആവേശമേറിയ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛാമ്മ ഒരു കൂസലുമില്ലാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ. ഫൈനൽ റൗണ്ടിലേക്ക് കയറിയിരിക്കുകയാണ് എല്ലാവരും. സവിത ഷവർമ തീർന്നു. റൊട്ടിയുണ്ട്. അമ്മുവാണ് ഷവർമയും റൊട്ടിയും കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് നോക്കണ്ട, അവിടെ മൊത്തം തീർന്നു. അവിടെ ഷവർമ ഇരിക്കുന്നുണ്ട്. ഷവർമ പ്ലേറ്റിൽ. ഇതൊക്കെ എന്ത്? ഷവർമ മാത്രം ഫിനിഷ് ചെയ്യണം. കിട്ടിയതെല്ലാം ഫിനിഷ് ചെയ്താൽ മാത്രമേ കളിയിൽ ജയിക്കുള്ളൂ. ആര് ജയിക്കും? ഇത് പിന്നെ നോക്കിട്ടല്ല. ചമക്ക് വേണ്ടായെന്ന് തോന്നുന്നുണ്ട്. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അമ്മു വിൻ ചെയ്തോണ്ടിരിക്കണ്. അമ്മു ആവേശത്തിൽ ചാടിക്കോട്ടെ എന്ന് ഇരിക്കാൻ. തോറ്റു പിന്മാറുന്നു. ഏതാനും നിമിഷങ്ങൾ മാത്രം. പിന്നെ സാവകാശം നമുക്കില്ല. ഗൈസ് രണ്ടുപേരും തോറ്റിരിക്കുന്നു. തോറ്റ് guys. Guys, മേനെയാണ് വിൻ ചെയ്തിരിക്കുന്നത്. അച്ഛാമ്മ വിൻ ചെയ്തെന്നുള്ളത് ഇവിടെ ബാക്കി വെച്ചിരിക്കണം. എന്താ അമ്മ ചോദിച്ചില്ല? ഇവിടെ കട്ട്ലേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. റൊട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഷവർമ ഇവിടെ വെച്ചിട്ടുണ്ട്. ഔട്ടായി. മേമയും അച്ചായി വരെ വിൻ ചെയ്തിരിക്കുന്നത്. അത് പറ്റൂല. ഇത് താങ്ങൂല. നിങ്ങൾക്ക് ഈ ചലഞ്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ വിജയിക്കുന്നു. ഇനി അടുത്ത ചലഞ്ചുമായി ഇനിയും കാണാം. അപ്പൊ ഓക്കെ ബൈ. 6 പൊറോട്ടയും 5 പൊറോട്ടയും തിന്ന ആൾക്കാര് എല്ലാം കഴിഞ്ഞു. പിന്നെ ഷവർമയും കൂടി എടുത്തിട്ട് വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്കാം. 10 കൊണ്ട് നിറയട്ടെ. തിന്നു മുടിക്കാൻ മാത്രമായിട്ടൊരു ജന്മ.